പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള UP തലം ചോദ്യങ്ങളാണ്. അതിനുള്ള വിഷയങ്ങൾ നാം ചെങ്ങല പൊട്ടിച്ച കഥ, സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലികം എന്നിവയാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളും നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? കോഴിക്കോട്. ഇന്ത്യയിലെ ആഴം കൂടിയ തുറമുഖം ഏത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, തിരുവനന്തപുരം. ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നത് എന്നാണ്? 1930 മാർച്ച് 12. യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തിയത്. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5. ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്ന്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ പറ്റി അന്നത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്ത്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചതെന്ന്? 1930 ഏപ്രിൽ 6 രാവിലെ 6 മണിക്ക്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാര്? ഗാന്ധിജി. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിയുടെ വയസ്സ് എത്ര? 61. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര്? കാന്തിലാൽ, 18 വയസ്സ്, ഗാന്ധിജിയുടെ പൗത്രൻ. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെ? കണ്ണൂരിലെ പയ്യന്നൂർ. സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ എത്ര പേരുണ്ടായിരുന്നു? 33. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ബേപ്പൂർ, കണ്ണൂരിലെ പയ്യന്നൂർ. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. നാം ചെങ്ങല പൊട്ടിച്ച കഥ ഏത് ശാഖയിലാണ് ഉൾപ്പെടുന്നത്? ബാലസാഹിത്യ ശാഖയിൽ. നാം ചെങ്ങല പൊട്ടിച്ച കഥ എഴുതിയത് ആരാണ്? കെ തായാട്ട്. നാം ചെങ്ങല പൊട്ടിച്ച കഥയിൽ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്വാതന്ത്ര്യ സമര ചരിത്രം. കെ തായാട്ടിൻ്റെ യഥാർത്ഥ പേരെന്താണ്? തായാട്ട് കുഞ്ഞനന്ദൻ. മലബാർ കലാപം നടന്ന വർഷം ഏത്? 1921. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന്? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ജനറൽ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ്? 1919 അമൃതസർ എന്ന സ്ഥലത്ത് വെച്ച്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പ്രധാന കാരണം എന്ത്? ക്രിപ്സ് മിഷന്റെ പരാജയം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എവിടെ വെച്ചായിരുന്നു?
ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ച്. ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത്? ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഭ്രാന്തൻ സാഹസികത എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെയും മറ്റു അനുയായികളെയും ജയിലിലടച്ചതെന്ന്? 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട പത്രമേത്? ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വിൻസ്റ്റൺ ചർച്ചിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മറ്റൊരു പേര്? ഓഗസ്റ്റ് പ്രസ്ഥാനം. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി. Please like and subscribe.